ഹലോ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഹോണ്ട യൂണിക്കോൺ 150യുടെ എയർ ഫിൽട്ടർ ചേഞ്ചിങ് റിലേറ്റ് ചെയ്തൊരു വീഡിയോ ആയിട്ടാണ്. ഇപ്പോൾ എയർ ഫിൽട്ടർ എന്ന് പറയുന്നത് നമുക്ക് വണ്ടിയുടെ മൈലേജിനെയും പെർഫോമൻസിനെയും ഒക്കെ ബാധിക്കുന്ന ഒരു ഘടകമാണ് എയർ ഫിൽട്ടർ. അതായത് പെട്രോള് മിക്സ്ഡ് വിത്ത് എയർ ആണ് വണ്ടിയിൽ നമുക്ക് ഓടാൻ സഹായിക്കുന്നത്. അപ്പോൾ എയർ കറക്റ്റായിട്ട് ഇൻടേക്ക് ഇല്ലെങ്കിൽ മൈലേജിനും പെർഫോമൻസിനും അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയാ കാർബേറ്ററിന്റെ ഉള്ളിൽ പൊടി കാര്യങ്ങളൊക്കെ ഒരുപാട് നിറയാനും അപ്പൊ അതിനകത്തൂടെയും എന്താ പറയുക മിസ്സിങ് പോലുള്ള കംപ്ലൈന്റുകൾ വരാനും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാകും എയർ ഫിൽട്ടർ. ഇപ്പോൾ എയർ ഫിൽട്ടറിന്റെ ഇത് നോക്കാനായിട്ട് നമ്മുടെ ഈ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അഴിച്ചപ്പോൾ കുറച്ച് നാളായി, അതായത് ഒരു 15,000 കിലോമീറ്ററിലാണ് കമ്പനി പറയുന്നത് ഒരു എയർ ഫിൽട്ടർ മാറാനായിട്ട്. അപ്പോൾ ഞാൻ നമ്മുടെ പുറത്തൊക്കെ ഉള്ള കുറച്ച് മെക്കാനിക്കുകളോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു 5,000 കിലോമീറ്ററിലൊക്കെയാണ് മാറേണ്ടത് പറഞ്ഞു. പക്ഷെ ഞാൻ പറയുന്നത് 5,000 കിലോമീറ്റർ കൂടിയിരിക്കുമ്പോൾ എയർ ഫിൽട്ടർ ഒന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് എയർ ഫിൽട്ടറിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ, അതായത് പൊടി കണ്ടമാനം ഉയരുന്നുണ്ട് അല്ലെങ്കിൽ മാറേണ്ട സ്ഥിതി ആണെങ്കിൽ മാറുക 5,000 കിലോമീറ്ററിൽ. കാരണം ഒരുപാട് ഡസ്റ്റി കണ്ടീഷനിലൂടെ ഓടുന്ന വണ്ടികളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് മാറേണ്ടി വരും. പക്ഷെ എന്നാൽ ഒരുപാട് യൂസ് ഇല്ല, ഒരുപാട് നിങ്ങൾ യാത്ര ഒന്നും ചെയ്യുന്നില്ല, വളരെ ഓപ്പൺ ആയിട്ട് നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ഈ എയർ ഫിൽട്ടർ നോക്കണം. കാരണം എലി പോലുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇതിനകത്തൂടെ നിങ്ങൾ വണ്ടി എടുക്കാൻ വെച്ചേക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് കയറിയിരിക്കാനും കാര്യങ്ങൾക്കൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഇത് ഓടിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മൾക്ക് വേണ്ടത് ഇതുപോലെ സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ആണ്. സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ വെച്ച് നമ്മൾ ഇത് അഴിക്കുകയാണ്. ഈ എയർ ഫിൽറ്ററിന്റെ ഒരു കവറാണ് ഇത് വരുന്നത്. ഈ കവർ അഴിക്കുന്നതിന് മുമ്പായിട്ട് വേണ്ടി ഇതുപോലെ ലോക്ക് ഉണ്ട് ഇവിടെ. ഇപ്പൊ കണ്ടമാനം ഒരു 15,000 കിലോമീറ്റർ വരെ ഞാൻ ഇതൊന്നും അയച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ കണ്ടമാനം പൊടിയും അഴുക്കും ഒക്കെ ഇതിനകത്ത് ഇപ്പോൾ ഉണ്ട്. ഇനി ഞാനൊന്ന് കഴുകുന്നൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാനായിട്ട്. ആദ്യം നമ്മളെ ഷോറൂമിലായിരുന്നു ഇത് കൊടുത്തുകൊണ്ടിരുന്നത് എയർ ഫിൽട്ടറൊക്കെ മാറാനായിട്ട്. പക്ഷെ ഇത്രയും സിമ്പിൾ ആണ് മാറാൻ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സ്വന്തമായിട്ട് മാറുന്നത്. കാരണം അവിടെ കൊണ്ട് കൊടുത്താൽ ഇത് കുറെ സമയം എടുക്കും, കാരണം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതുകൊണ്ട് നിങ്ങൾ കാണുന്ന പോലെ ചെറിയൊരു ലോക്കാണ്. ആ ലോക്കിനകത്ത് നൈസായിട്ടൊന്ന് പിടിച്ചു മാറ്റിയ ഇത് കറക്റ്റായിട്ട് ഊരിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ലോക്ക് ഇങ്ങോട്ട് മാറ്റി കഴിയുമ്പോഴത്തേക്ക് ഈ റബ്ബറിന്റെ താഴെയായിട്ട് ഇഷ്ടം പോലെ മണ്ണിരിപ്പുണ്ട്. അതായത് ഇത് ടയറിനകത്തുനിന്ന് അടിച്ചു കയറുന്ന മണ്ണ് തെറിച്ച് ഇതിന്റെ ഈ വാൽവ്, അതായത് എയർ ഇൻടേക്ക് വാൽവിലാണ് വന്ന് ഈ മണ്ണ് ഡിപ്പോസിറ്റ് ആവുന്നത്. അതുകൊണ്ടാണ് അവിടെ കണ്ടമാനം മണ്ണ് വരുന്നത്. അങ്ങനെ മണ്ണ് ഇരുന്നാലും എയർ കറക്റ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്ത് എയർ ഫിൽട്ടറിലേക്ക് എയർ കിട്ടത്തില്ല. ആ പാസേജ് ബ്ലോക്കായ. അപ്പൊ ഞാൻ മണ്ണ് കണ്ടത് കൊണ്ട് ആ മണ്ണാണെങ്കിലും അത് സീനാണ്. അപ്പൊ ഇതാണ് നമ്മുടെ എയർ ഫിൽട്ടർ വരുന്നത്. ഹോണ്ട യൂണിക്കോൺ എയർ ഫിൽട്ടർ വരുന്നത് ഇതാണ്. അപ്പൊ ഇവിടെ ഈ ഒരു സൈഡിലെല്ലാം പൊടിയായതുകൊണ്ട് ഞാൻ ബ്രഷ് വെച്ചത് ക്ലീൻ ചെയ്യുകയാണ്. അപ്പൊ എയർ ഫിൽട്ടർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എയർ ഫിൽട്ടർ ഒരു കാരണവശാലും മാറ്റരുത്. കാരണം എയർ ഫിൽട്ടർ മാറ്റിയിട്ടാണ് ഇതുപോലെ പൊടി കാര്യങ്ങൾ ക്ലീൻ ചെയ്യുന്നതെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വെച്ച് അടയ്ക്കാൻ ശ്രമിക്കുക. കഴിവത് എയർ ഫിൽട്ടർ മാറ്റാതെ ക്ലീൻ ചെയ്യാൻ നോക്കുക ആ ഒരു സൈഡ് ഭാഗങ്ങളൊക്കെ. കാരണം പൊടി അകത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് എഞ്ചിനിന്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്, ഈ പൊടിയൊക്കെ നമ്മൾ സൈഡിൽ നിന്നൊക്കെ അടിക്കുകയാണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് ഞാൻ പുതിയൊരു എയർ ഫിൽട്ടർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഇപ്പോൾ ഒരു പുതിയ എയർ ഫിൽട്ടർ ആണ്. ഇതാണ് ഹോണ്ട യൂണിക്കോൺ 150യുടെ ജെനുവിൻ എയർ ഫിൽട്ടർ. അപ്പോൾ ഇത് ചോദിച്ച് വാങ്ങുക. മറ്റുള്ള കമ്പനിയുടെ എയർ ഫിൽട്ടർ ഉപയോഗിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ജെനുവിൻ അല്ലാത്ത എയർ ഫിൽട്ടർ ഉപയോഗിക്കുമ്പോഴോ ഈ കറക്റ്റായിട്ട് ഫിറ്റ് ആകാതിരിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വരാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ഈ സാധനങ്ങളെല്ലാം അഴിച്ച് ഇതൊന്ന് ക്ലീൻ ചെയ്യുകയാണ്. അപ്പം സാധാരണ നമ്മുടെ ഇരിക്കുന്ന സോപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് പതച്ചിട്ട് അത് വെച്ചിട്ട് അതിനകത്ത് ബ്രഷിനകത്ത് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുത്തു. സാധാരണ വെള്ളവും സോപ്പും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഡീസൽ പോലുള്ള സാധനങ്ങളോ പെട്രോൾ പോലുള്ള സാധനങ്ങളോ നമ്മൾ ഇതുപോലുള്ള ഐറ്റംസിനകത്ത് ഇപ്പോൾ ഉപയോഗിച്ചിട്ടില്ല. കാരണം റബ്ബർ പോലുള്ള സാധനങ്ങളിൽ ഡീസൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. മെറ്റൽ സർഫസ് പോലുള്ള സ്ഥലങ്ങളിൽ
വേണമെങ്കിൽ അതായത് ചെയിൻ ബോക്സിനുള്ളിലോ അങ്ങനെയുള്ള മെറ്റൽ സർഫസിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഡീസൽ പോര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിയാവുന്നതാണ്. ഇതുപോലുള്ള റബ്ബർ പോലുള്ള ഐറ്റംസിനകത്ത് കൂടുതൽ ഡീസൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഡീസൽ ഒരു പെട്രോളിയം പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ അതുകൊണ്ട് വെള്ളവും കാര്യങ്ങളും ഉപയോഗിച്ച് സോപ്പ് വെള്ളം കാര്യങ്ങളും ഉപയോഗിച്ച് വൃത്തിയായിട്ട് കഴുകിയെടുത്തു. അതിന് ശേഷം ഇതിനകത്തും ഒരു ലോക്കുണ്ട്. നമ്മൾ ഈ ഇങ്ങനെ ഒരു സാധനം അഴിക്കുന്നതിനകത്തും ഇതുപോലെ ലോക്ക് കാര്യങ്ങൾ വീഴുന്നുണ്ട്. ഈ ലോക്കിനകത്ത് നമ്മൾ നൈസായിട്ട് ഇങ്ങനെ പിടിച്ചിട്ടതിന് ശേഷം ഇത് നമ്മൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഓരോന്നും ഞാൻ കാണിച്ചു തന്ന പോലെ പ്ലേസ് ചെയ്യുക. ഇങ്ങനെയാണ് ഇത് പ്ലേസ് ചെയ്യുന്നത്. നിങ്ങൾ ഇത് അഴിക്കുന്ന സമയത്ത് എങ്ങനെയാണോ ഇരിക്കുന്നത് അങ്ങനെ വേണം തിരിച്ചു അതുപോലെ വെക്കാനായിട്ട്. ഇതിന്റെ എയർ ഇൻടേക്ക് വാൽവ് വരുന്നത് റൈറ്റ് സൈഡിലാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അതേപോലെ പൊസിഷനിൽ വെക്കണം, എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് എയർ ഇൻടേക്ക് വരത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം കറക്റ്റായിട്ട് സീല് ചെയ്ത് വെച്ചേക്കുന്ന പോലെ വേണം വെക്കാനായിട്ട്. അതായത് ഇതൊരു റബ്ബർ അറേഞ്ച്മെന്റിലാണ് ഇരിക്കുന്നത്, റബ്ബർ ബുഷ് അറേഞ്ച്മെന്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് സീറ്റിംഗ് ആയിട്ടുണ്ടോ, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഓരോ പാഡും നമ്മൾ എടുക്കുന്ന സമയത്ത് ഇത് കറക്റ്റായിട്ട് സീറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഞാൻ ഇതെല്ലാം ഊരി കഴുകിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഈ ഓരോ പാഡും കറക്റ്റായിട്ട് സീറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഈ ഹോണ്ട എന്ന് എഴുതിയേക്കുന്ന ആ ഒരു പൈപ്പ് ലൈനിൽ അതിന്റെ റൈറ്റ് സൈഡിൽ കൂടെ ആ ഒരു വാൽവ് ഉണ്ട്. ആ വാൽവിൽ കൂടെയാണ് എയർ കറക്റ്റായിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് വരുന്നത്. അപ്പൊ ഇത് കറക്റ്റായിട്ട് സീല് ചെയ്ത് ഉള്ളിലേക്ക് വെച്ചില്ല. ഇപ്പോൾ ഇത് ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. ആ ഗ്യാപ്പ് ഞാനിപ്പോ കറക്റ്റായിട്ട് അത് പ്ലേസ് ചെയ്യുന്ന ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ പുറയിലായിട്ടൊരു റബ്ബറിന്റെ ഒരു സീലിംഗ് ഉണ്ട്. ആ സീലിംഗിൽ കറക്റ്റായിട്ട് ഇത് പ്ലേസ് ആവണം. ആ പ്ലേസ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഈ എയർ ഫിൽട്ടർ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കാവുള്ളൂ. അതായത് നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. അപ്പൊ ഞാൻ കാണിക്കുന്ന സമയത്ത് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ നിർബന്ധമില്ല. അതാണ്ട് ഞാൻ കുറച്ചുകൂടെ വെട്ടത്ത് വെച്ച് കാണിക്കാം. ഇതാണ് ഇതിന്റെ അകത്തെ ഉള്ള ഒരു പോർഷൻ വരുന്നത്. അപ്പോൾ ഞാൻ ഇതായിട്ട് പുതിയ എയർ ഫിൽട്ടർ വെക്കുകയാണ്. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പുതിയ എയർ ഫിൽട്ടർ ആണ്. പുറയിൽ പച്ച, മുകളിലായിട്ട് ഇതാണ് പഴയ നമ്മുടെ എയർ ഫിൽട്ടർ. അതിന്റെ കണ്ടീഷൻ വളരെ മോശമാണ്. കാരണം ഭയങ്കരമായിട്ട് ഡസ്റ്റി കണ്ടീഷൻസിലൊക്കെ ഓടി കഴിഞ്ഞിട്ട് ഫുള്ള് ഡർട്ട് ആയിട്ടുണ്ടായിരുന്നു. അത് ഒരിക്കലും എയർ ഫിൽട്ടർ ക്ലീൻ ചെയ്തെടുക്കാൻ പാടില്ല. നന്നായിട്ട് ഡർട്ട് ആയിട്ടുണ്ടെങ്കിൽ പുതിയ എയർ ഫിൽട്ടർ വാങ്ങി അത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക. നിങ്ങൾ ഈ സൈഡിലായിട്ട് എയർ ഫിൽട്ടറിന്റെ ഇതുപോലെ സൈഡിലായിട്ട് ഒരു വെട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു അനുസരിച്ച് വേണം എയർ ഫിൽട്ടർ പ്ലേസ് ചെയ്യാനായിട്ട്. അല്ലാതെ ആ ഒരു മാർക്കിങ് തന്നിരിക്കുന്ന ആ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമായിട്ട് ഇതുപോലെയുള്ള ചെറിയ ഒരു തിരിവ് മാർക്കിംഗ് ഉണ്ട്. അതായത് ഒരു ഇതുപോലെ ഒരു നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ആ ഒരു ഷേപ്പ്, ആ ഒരു കർവ് ലൈൻ, ആ കർവ് അതുപോലെ തന്നെ എവിടെയാണ് അതിനകത്ത് ആ എയർ ഫിൽറ്ററിനകത്ത് ഉണ്ടാവും. ആ എയർ ഫിൽട്ടർ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു വാൽവിങ്, അതായത് നമ്മൾ ഈ വെച്ചേക്കുന്ന പൊസിഷൻ കറക്റ്റായിട്ട് സീറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. ഇതിനകത്ത് എന്നിട്ട് 4 വശത്തും നമുക്ക് ആണി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക. അതിനുശേഷം ഇത് ജസ്റ്റ് നന്നായിട്ട് ഇരിക്കുകയാണെന്ന്, പ്രോപ്പർ സീറ്റിംഗ് ആണെന്ന് നോക്കുക. ഇതിന് താഴെ കൂടെ ആണ് എയർ ഇൻടേക്ക് ഉള്ളിലേക്ക് വരുന്നത്. എന്നിട്ട് ആ വാൽവിൽ കൂടെ കയറി എയർ ഫിൽറ്ററിലേക്ക് അരിച്ച് കാർബറേറ്ററിലേക്ക് പെട്രോൾ മിക്സറുമായിട്ട് കത്തി വണ്ടിയുടെ മൂവ്മെന്റ് നടക്കുകയാണ്, എൻജിൻ മൂവ്മെന്റ് നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞ് ഇതിന് ശേഷം നമുക്ക് വരുന്നത് സീറ്റ് കവർ ഇടുക എന്നുള്ളതാണ്. സീറ്റ് കവർ ഇടുമ്പോഴും പല കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ലോക്ക് കാര്യങ്ങളാണ്. ലോക്ക് എന്ന് പറയുന്നത് ഇതുപോലെ ഫ്രണ്ടിൽ ലോക്ക് ഉണ്ട്. ഇതാണെങ്കിൽ ഇത് സീറ്റിന്റെ ആ 2 ടാങ്കിന്റെ ഉള്ളിലേക്ക് പോകേണ്ട ഒരു ഭാഗമാണ്. പിന്നെ ഈ 2 സൈഡ്, അതായത് ഈ ഒരു നിൽക്കുന്ന ഈ 2 സൈഡുകളും ഈ ഒരു നമ്മുടെ ആ ഫ്രെയിം ഉണ്ടല്ലോ, 2 സൈഡിൽ ഇരിക്കുന്ന ഫ്രെയിമിന് അകത്ത് വരുന്നതാണ്. ആ ഫ്രെയിമിന്റെ പുറത്തു പോയി ചില വണ്ടികളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കറക്റ്റ് സീറ്റിംഗ് ആവുന്നതല്ല. ഇത് ലോക്കാണ്. ഈ ലോക്കും കറക്റ്റായിട്ട് ഇതിന്റെ അതായത് ഒരു മെറ്റൽ ഭാഗമുണ്ട്. ആ മെറ്റൽ ഭാഗത്ത് തന്നെ കറക്റ്റായിട്ട് വീഴണം. അപ്പൊ നമ്മൾ പുറയിൽ നിന്ന് പുഷ് ചെയ്ത് സീറ്റ് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക. അപ്പൊ ഇത് യാതൊരു കുലുക്കവും കാര്യങ്ങളും വരുന്നില്ല. നമ്മൾ ഇത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് സീറ്റ് പ്ലേസ് ചെയ്തില്ലെങ്കിൽ ഈ ഫ്രെയിമിന്റെ ഒക്കെ മുകളിലായിട്ടായിരിക്കും സീറ്റിന്റെ ഇരിക്കുക. അപ്പോൾ എല്ലാവരും ലോക്ക് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വീണിട്ടുണ്ടോ എന്ന് സൈഡ് വഴി ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ ലോക്കിന്റെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് വീണിട്ടുണ്ടെങ്കിൽ മാത്രമേ
വണ്ടി കറക്റ്റായിട്ട് ഓടിക്കാൻ പാടുള്ളൂ. എയർ ഫിൽട്ടർ മാറുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ എൻജിൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നു, ഫ്യൂവൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നു, പിന്നെ എൻജിൻ്റെ ലൈഫ് വർദ്ധിക്കുന്നു, പിന്നെ അടുത്തതായിട്ട് ആക്സിലറേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു, പിന്നെ എമിഷൻസ് കുറയ്ക്കുന്നു, പിന്നെ എൻജിൻ ഡാമേജ് കാര്യങ്ങൾ കുറയ്ക്കുന്നു, കൺസിസ്റ്റൻ്റായിട്ട് പവർ കാര്യങ്ങളൊക്കെ എൻജിനിലേക്ക് കൊടുക്കാൻ സാധിക്കുന്നു. ഇതെല്ലാം കൊണ്ട് നിങ്ങൾക്ക് കോസ്റ്റ് സേവ് ചെയ്യാൻ സാധിക്കുന്നു. ഇത്രയും ചെറിയൊരു എഫർട്ട് നിങ്ങൾ എടുക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു ബൈക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. നിങ്ങളുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ, സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.